ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 11 വ്യാഴം വക്രഗതിയിലുള്ള അതിന്റെ സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖ സഞ്ചാരം ആരംഭിക്കുകയാണ്. ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് ജൂൺ മാസം 2-ാം തീയതി വ്യാഴം പ്രവേശിക്കും. ഇതോടുകൂടി വ്യാഴം പൂർണ്ണ ബലവാനാവുകയും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുവാനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യും. വക്രഗതി വിട്ട് നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്നത് മുതൽ വ്യാഴത്തിന്റെ ഗുണഫലദാന ശേഷി വർദ്ധിക്കും. ഇതിന്റെ ഫലമായി ഇതുവരെ കാര്യമായ ഗുണഫലങ്ങൾ അനുഭവപ്പെടാതിരുന്ന പല നക്ഷത്രക്കാർക്കും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം മൂലം ജീവിതത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന നക്ഷത്രങ്ങളും കൂറുകളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യമായി ഇടവക്കൂറ് പരിശോധിക്കാം. മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം 11-ാം തീയതി മുതൽ നേർരേഖ സഞ്ചാരം ആരംഭിച്ച് കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായി ഇടവക്കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത്. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. സാമ്പത്തിക പരാധീനത അനുഭവിച്ച ഈ കൂറിൽപ്പെട്ടവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരികയും ചെയ്യും. അതുപോലെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നവർക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. അപ്രതീക്ഷിതമായ ധനലാഭം പല രംഗത്തു നിന്നും ഇവർക്ക് വന്നു ചേരും. വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന പണം ഇവർക്ക് പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും. ചിട്ടി, ലോണ് മുതലായ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരും. കർമ്മരംഗത്തും വലിയ നേട്ടം ഇവർക്ക് സംഭവിക്കും. അതുപോലെ ശത്രുക്കൾ മൂലമുള്ള ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതാകും. അസൂയാലുക്കളുടെ എണ്ണം കുറയുന്നതാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും അതിലൂടെ കൂടുതൽ ജീവിത സുഖം അനുഭവിക്കുവാനും ഇവർക്ക് സാധിക്കും. 8ഉം 11ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് വ്യാഴം വഹിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് വലിയ രോഗദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അതുപോലെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടവർക്ക് അതെല്ലാം വിട്ടുമാറും. എല്ലാ കാര്യങ്ങളും യഥാസമയം പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലാഭങ്ങൾ നേടുവാനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും. മാറാ രോഗങ്ങൾ വന്ന് ചികിത്സ നടത്തുന്നവർക്ക് ചികിത്സ വേഗം ഫലപ്രദമാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പുതിയ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് ഈ വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം മൂലം ഇടവക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അതുപോലെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ ഈ കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവാക്കൾക്കും തങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം സഹായിക്കും. പൊതുവെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഭാഗ്യാനുഭവങ്ങളുടെ വർധനവ് മൂലം ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വിരാമം ഉണ്ടാകുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം കൂടുതൽ ബലവാനാകുന്നതിന്റെ ഫലമായി ശുഭഫലങ്ങളുടെ ആധിക്യം ഇവർക്ക് അനുഭവപ്പെടും. ഈ കൂറിൽപ്പെട്ടവർക്കും സാമ്പത്തികമായ നേട്ടം വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ സന്താന ദുരിതം അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതിനൊക്കെ പരിഹാരമുണ്ടാകും. സന്താന സുഖം ഇവർക്ക് വന്നു ചേരും. സന്താനങ്ങൾ പ്രതി അനുഭവിച്ചിരുന്ന മനപ്രയാസങ്ങളൊക്കെ ഇല്ലാതാകും. അതുപോലെ നവീന ഗൃഹലാഭവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം മൂലം വന്നു ചേരുന്നത്. ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനം നടത്താനുള്ള അവസരം ലഭിക്കും. അതുപോലെ മനസ്സന്തോഷവും വർദ്ധിക്കും. മാനസികമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുകയും അതിലൂടെ വലിയ ഉന്മേഷവും സന്തോഷവും അനുഭവപ്പെടുകയും ചെയ്യും. എവിടെയും കാര്യവിജയമാണ് ഈ കൂറുകാർക്ക് സംഭവിക്കുന്നത്.
ഏത് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും അവിടെയൊക്കെ ഒരു പൂർണ്ണത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. ഒരു കാര്യത്തിലും പരാജയം ഇവർക്ക് അനുഭവപ്പെടുകയില്ല. 11ഉം 2ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് വ്യാഴം വഹിക്കുന്നത്. തങ്ങളുടെ സന്താനങ്ങളുടെ വിവാഹം, ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് വിഷമിച്ച് വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം ഒഴിവായി നല്ല മനസ്സമാധാനത്തോടെ കഴിയുവാനുള്ള അവസരം വന്നു ചേരും. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം സഹായിക്കും. അതുപോലെ കുടുംബത്തിൽ കൂടുതൽ അഭിവൃദ്ധി അനുഭവപ്പെടും. സാമ്പത്തിക ഭദ്രത കൈവരും. വാക് സാമർഥ്യം മൂലം മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ പ്രീതി നേടുവാനും സഹായിക്കും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ സഹായം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 7ാം ഭാവത്തിലാണ്. ബുദ്ധിക്കും വാക്കിനും നിപുണത കൂടുതലായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ബുദ്ധിപരമായി കൂടുതൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാനും അത് വിജയിപ്പിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ വാക് നൈപുണ്യം മൂലം വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. തങ്ങളുടെ വാക്കിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ സ്വീകാര്യത അനുഭവപ്പെടും. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചെടുക്കുന്ന ഒരു അവസ്ഥയും ഈ കൂറുകാർക്ക് സംജാതമാകും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു സ്ഥാനസിദ്ധി ഇവർക്ക് അനുഭവപ്പെടും. ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനത്തിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് ഒരു പ്രമോഷൻ ഇവർക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ജീവനക്കാർക്കും മറ്റും അനുകൂലമായ രീതിയിലുള്ള സ്ഥലം മാറ്റവും പ്രമോഷനും ഒക്കെ പ്രതീക്ഷിക്കാം. കൂടുതൽ സുഖ സൗകര്യങ്ങളും സാമ്പത്തിക നേട്ടവും ഈ സ്ഥലം മാറ്റവും സ്ഥാന മാറ്റവും മൂലം ഇവർക്ക് അനുഭവപ്പെടും. പുതിയ കർമ്മ മേഖല തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന രംഗത്തു നിന്നും കൂടുതൽ ലാഭകരമായ രംഗത്തേക്ക് മാറുവാൻ അവസരമുണ്ടാകും. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ ചെയ്തു വരുന്ന ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. 1ഉം 4ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് വ്യാഴം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസികവും ശാരീരികവുമായ വലിയ ഉണർവ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ പൊതുവെ കൂടുതൽ സുഖ സൗകര്യങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ ആശയവിനിമയം ഉണ്ടാവുകയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. മാതാപിതാക്കളെ സംബന്ധിച്ച് കൂടുതൽ സുഖ അനുഭവങ്ങൾ വന്നു ചേരും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് ആ സ്വത്തുക്കൾ ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി വലിയ ഉന്നതി ഈ കൂറുകാരുടെ കുടുംബത്തിൽ അനുഭവപ്പെടും. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാരെ സംബന്ധിച്ച് ഭാര്യാലബ്ധിയും സന്താന ലബ്ധിയും വ്യാഴത്തിന്റെ നേർരേഖ സഞ്ചാരം മൂലം അനുഭവപ്പെടും. വളരെ കാലമായി വിവാഹം ആലോചന നടത്തുന്നവർക്ക് വിവാഹം നടത്തുന്നതിന് അനുകൂലമായ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അതുപോലെ സന്താനങ്ങൾ ഉണ്ടാകാതെ വളരെ കാലമായി വിഷമിക്കുന്ന ദമ്പതിമാർക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കൂടുതൽ ദൃഢത അനുഭവപ്പെടും. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ മാറി താമസിക്കേണ്ടി വന്ന ദമ്പതിമാർക്ക് ഒന്നിച്ച് ചേരുവാനുള്ള അവസരം വരുന്നതാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു സമ്പാദ്യം കൈവരിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അതിലൂടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കും. കർമ്മപരമായി അനുകൂലമായ സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വലിയ ആജ്ഞാശക്തിയോടെ സമൂഹത്തിൽ കഴിയുന്നതിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. സഹോദരന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ അനുകൂലമായ പല കാര്യങ്ങളും അനുഭവപ്പെടും. ഇതുവരെ അനുഭവപ്പെടാതിരുന്ന ബന്ധുഗുണം
ഇവർക്ക് അനുഭവപ്പെടും. പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും അതിലൂടെ കൂടുതൽ സഹായങ്ങൾ ലഭിക്കുകയും സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടി വലിയ പ്രതാപിയായി കഴിയുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. രോഗദുരിതങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വേഗം തന്നെ ഇല്ലാതാകും. അസൂയാലുക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടും. ശത്രുക്കൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും വലിയ ഉയർച്ച കർമ്മരംഗത്ത് അനുഭവപ്പെടുകയും ചെയ്യും. അടുത്ത ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉൾപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ച് 5ഉം 8ഉം ഭാവത്തിന്റെ ആധിപത്യമാണ് വ്യാഴം വഹിക്കുന്നത്. അഭീഷ്ട കാര്യസിദ്ധി ഈ കൂറുകാരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും. വ്യാഴം നേർരേഖയിൽ സഞ്ചരിച്ച് കൂടുതൽ ബലവാൻ ആകുന്നതോടെ സ്ഥാനാന്തര പ്രാപ്തിയും ധനലാഭവും ഇവർക്ക് വന്നു ചേരും. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും വലിയ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം. പുതിയ ജോലി തേടുന്നവർക്കും അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജോലിയിൽ ഒരു ഉയർച്ചയും വന്നു ചേരും. അനുകൂലമായ ഒരു പ്രമോഷനോ അതുപോലെ സ്ഥലം മാറ്റമോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. സാമ്പത്തികമായി അനുഭവപ്പെട്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ വേഗം തന്നെ ഇല്ലാതാകും. മെച്ചപ്പെട്ട സാമ്പത്തിക നില ഇവർക്ക് ഉടൻ തന്നെ അനുഭവപ്പെടും. എല്ലാ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു ധന ലാഭം ഇവർക്ക് വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. മക്കളുടെ വിവാഹ കാര്യത്തിലോ അവരുടെ ഉദ്യോഗ കാര്യത്തിലോ ഒക്കെ ഇതുവരെ പ്രയാസപ്പെട്ടിരുന്നവർക്ക് അതെല്ലാം ഇല്ലാതായി സന്താനങ്ങൾക്ക് വലിയ ഒരു വിലയും നിലയും ഒക്കെ വന്നു ചേരും. അനുകൂലമായ വിവാഹ ബന്ധങ്ങൾ മക്കൾക്ക് വന്നു ചേരും. മാറാ രോഗങ്ങൾ മൂലം ചികിത്സകൾ നടത്തി വന്നിരുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് ചികിത്സകൾ പെട്ടെന്ന് ഫലിക്കുകയും ചികിത്സ വളരെ വേഗത്തിൽ നിർത്തുവാനും സാധിക്കുന്നതാണ്. ഇതുമൂലം വലിയ സാമ്പത്തിക ലാഭം ഇവർക്ക് കൈവരും. മാത്രമല്ല മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും ഇവർക്ക് വന്നു ചേരും. ശത്രുക്കൾ മൂലമുള്ള ദോഷ ദുരിതങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ബുദ്ധിപരമായി വലിയ മികവ് ഇവർക്ക് എല്ലാ രംഗത്തും പ്രകടിപ്പിക്കുവാൻ കഴിയും. തങ്ങളുടെ ബുദ്ധി വൈഭവം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാനും മറ്റുള്ളവരുടെ ഇടയിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ലെങ്കിൽ ഗുണഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നതല്ല. ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്താൽ ഈ ഗുണഫലങ്ങളെല്ലാം പൂർണ്ണമായി അനുഭവിക്കാൻ ഇടയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.